Hi, good morning. Good morning, sir. ആഷിക്ക് നിന്നൊന്ന് കാണണം എന്ന് വിചാരിച്ച് നടന്നിട്ടില്ലല്ലോ. എക്സാം കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തിനാണ് സാർ എക്സാം കഴിഞ്ഞിട്ട് 2 വർഷം പിടിച്ച്? ആയിക്കോട്ടെ. മാർക്ക് വേണ്ട? ആ കീർത്തന ലക്ഷ്മി, Sir. ഗുഡ് മോർണിംഗ്. Morning. ലയന രാജീവ്, Good morning, sir. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു നമ്മളെ ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തിസിസ്? ലയന, Sir. ദ ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തിസിസ് ഇക്വേഷൻ എങ്കിലും പറ, ടെക്സ്റ്റിലായാലും. അറിയില്ല. Lambda equal to h by p. അതാണ്. നീതാ, Sir. ഒന്നല്ല വെറുതെ വിളിച്ചാണ്. അവിടെ ഉണ്ടോന്ന് അറിയാണ്ട് വിളിച്ചാണ്. വേറെ ആരാള്? And അഷു സെഡ്, അതാരാ? ആശംസ്. ആശംസ. ആശംസ അവിടെ ഉണ്ടോ? ഞാനാണ് സാറേ. ആശംസ ജയിച്ചിട്ടുണ്ട് കേട്ടോ സീരീസിന്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തെറ്റിപ്പോ. 24 സാർ ക്ലിയർ അല്ല സാർ. സാർ പോയാ കേൾക്കുന്നില്ല. സാർ ബാക്കിയും കൂടി പറിച്ചു കൊടു സാറേ. സാറ് പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഇപ്പം കേൾക്കുന്നുണ്ട്. സാറേ കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ പ്രശ്നം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ടോപ്പിക്കാണ്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ അത് ക്വാണ്ടം So, quantum mechanics start as an introduction to quantum mechanics. We said that all the particles we see in our real life have a wave property. Then, we real life particles wave property. If that wave property becomes significant when the size of the particle reduces greatly. The wave property is significant. That is interference, diffraction, phenomena when the size of particle size that means when the particle size reaches electron, that means atomic scale, molecular scale, that means particles like electron, proton, they show wave behavior, and that wave behavior is well predicted by Louis de Broglie, and he predicted that wavelength of a particle with mass m or particle with momentum p is given as lambda is equal to h by p. And this h is the Planck's constant and p is the momentum of particle. നമ്മൾ ഏത് പാർട്ടിക്കിളിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ മൊമെന്റം ആണ് p. ഇനി p എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി. ദാറ്റ് മീൻസ് ലാംഡ ഈസ് ഇക്വൽ ടു h ബൈ mv. സോ അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, സ്റ്റാർട്ടിങ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് one of the important principle in quantum mechanics, that is Heisenberg Uncertainty principle. So what is Heisenberg Uncertainty principle? ഞാൻ നിങ്ങളോട് പറയുന്നത് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ടോ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. സോ ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ
നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നല്ലത്. സോ ടെക്സ്റ്റ് ബുക്കിൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന ഭാഗം എടുക്കുകയാണെങ്കിൽ we can see the statement of Heisenberg Uncertainty Principle. So it is written here, Heisenberg Uncertainty Principle says that it is impossible to have and simultaneous accurate measurement of position and momentum of particles simultaneously. That means if we take a particle, we are talking about quantum particles, right? നമ്മൾ സംസാരിക്കുന്നത് മാസം സൈസൊക്കെ കുറഞ്ഞ ക്വാണ്ടം പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ റൂൾസ് അനുസരിക്കുന്ന പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. വെൻ വി ട്രൈ ടു മെഷർ ദി മൊമെന്റം ആൻഡ് പൊസിഷൻ ഓഫ് സച്ച് എ പാർട്ടിക്കിൾ, അതായത് നമ്മൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്ങനെ? ഒരേ സമയത്ത്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇത് പറ്റില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു മെഷർ both the momentum and position of a particle simultaneously. Momentum എന്ന് പറയുന്നത് എന്താ? Momentum is mass into velocity. We know momentum P is equal to mass into velocity. So momentum എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മറ്റൊരു എക്സ്പ്രഷൻ ആണ്. So Heisenberg Uncertainty Principle can also be stated as it is impossible to measure both the position and velocity of a particle. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പൊസിഷൻ അത് എവിടെയാണെന്നും ആൻഡ് ഹൗ മച്ച് വെലോസിറ്റി ഈസ് ട്രാവലിംഗ്, അത് എത്ര സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒരേ സമയത്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ, ഒരു കാറിൽ ട്രാവൽ ചെയ്യാന്ന് എടുക്കാൻ പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാണ്ടം പാർട്ടിക്കിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ. ഓർ നിങ്ങൾ ടെക്സ്റ്റിൽ ആദ്യത്തെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഹാവ് ആൻ അക്യുറേറ്റ് മെഷർമെന്റ് ഓഫ് ദി പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് പാർട്ടിക്കിൾസ് സിമിൾട്ടാനിയസ്ലി. ഇനി ഓക്കെ, രണ്ടും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. എന്ത്? പൊസിഷനും മൊമെന്റും. ഇഫ് വി ട്രൈ ടു മെഷർ ദാറ്റ്, അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, ഇനി നമ്മൾ അത് മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നിരിക്കില്ല. ദാറ്റ് മീൻസ് പൊസിഷനും മൊമെന്റും നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നു അക്യുറേറ്റ് ആയിട്ട്. ദെൻ ദർ വിൽ ബി ആൻ അൺസർട്ടനിറ്റി ഇൻ ദിസ് പൊസിഷൻ ആൻഡ് മൊമെന്റം. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ അൺസർട്ടനിറ്റി? അൺസർട്ടനിറ്റി ഡെൽറ്റ എക്സ്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? അതായത് ഒരു എറർ വാല്യൂ, അതായത് നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ മൊമെന്റത്തിന്റെ വാല്യൂ 10 kg/m² ആണ്. നമ്മൾ മെഷർ ചെയ്യുമ്പം കിട്ടുന്നത് 8 kg/m² ആണ്. അങ്ങനെയെങ്കിൽ മൊമെന്റം മെഷർമെന്റിൽ ഉള്ള അൺസർട്ടനിറ്റി എന്താണ്? വാട്ട് ഈസ് മെഷർമെന്റ് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം മെഷർമെന്റ്? കീർത്തന പി ഉണ്ട് ഇവിടെ ക്ലാസ്സിൽ? ഇല്ല? എങ്കിൽ പറ. 10 kg/s ആണ് ശരിക്കും മൊമെന്റം, 8 kg/s ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് വി ആർ മെഷറിംഗ് 8 kg/s. ദെൻ വാട്ട് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻ ദിസ് മെഷർമെന്റ്? ഈ മെഷർമെന്റിൽ അൺസർട്ടനിറ്റി എത്രയാണ്? അല്ലെങ്കിൽ എറർ? കേട്ടില്ല, എന്താ പറഞ്ഞ? അതെ, ഡെൽറ്റ ക്യൂ. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ശരിക്കും ആക്യുറേറ്റ് വാല്യൂ 10 ആണ്, നമ്മൾ മെഷർ ചെയ്യുന്നത് 8 ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ അൺസർട്ടനിറ്റി ഓർ എറർ വാല്യൂ ഇൻ ദിസ്? നമ്മളെ മെഷർമെന്റിന്റെ എറർ എത്രയാണ്? ആക്യുറേറ്റ് വാല്യൂ, പ്രിസൈസ് ആയിട്ടുള്ള ശരിക്കുള്ള വാല്യൂവിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവിന് എത്ര വ്യത്യാസം വന്നിട്ടുള്ളത്? 2. Yeah, 2 is the uncertainty or error. That means momentum വന്ന uncertainty 2 ആണ്. So ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. If we try to measure both the momentum, നമ്മൾ മൊമെന്റവും പൊസിഷനും ഒരേ സമയം മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. If we try to measure momentum and position at the same time, there will be some uncertainty in momentum and position. And if delta x is the uncertainty in position, assume that delta x ആണ് എന്ത്? If delta x is the uncertainty in position and delta p is the uncertainty in momentum, then Heisenberg uncertainty principle states that delta x into delta p is equal to h cut. എന്താണ് പറയുന്നത്? Heisenberg, if delta x is the uncertainty in the momentum and delta p is the uncertainty in the position, delta x uncertainty in position and delta p uncertainty in the momentum, then Heisenberg uncertainty principle or the mathematical statement of Heisenberg uncertainty principle states that
the product of both the uncertainties. രണ്ട് uncertaintyയുടെയും product delta x into delta p should be h cut. What is h cut? h cut എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, reduced Planck's constant ആണ് h cut, or h by 2 pi. Hന്റെ വാല്യൂ അറിയാലോ. വാട്ട് ഈസ് h? Hന്റെ വാല്യൂ നമുക്കറിയാം 6.62 into 10 raised to minus 34 joule second. And this principle is called position momentum uncertainty principle. ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളിന്റെ പേരാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തന്നെയാണ്, ബട്ട് ദിസ് വൺ ഈസ് കോൾഡ് പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തന്നെയാണ്, ബട്ട് that is energy time uncertainty principle ആണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. സോ there is two types of uncertainty principle. രണ്ട് തരത്തിലുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ബോത്ത് കെയിം അണ്ടർ, അല്ലെങ്കിൽ രണ്ടും ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് അടിയിൽ തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് സേസ് ദാറ്റ് it is impossible to measure both the momentum and the position of a particle simultaneously. And if delta x is the uncertainty in the position and the delta p is the uncertainty in the momentum, then the product of delta x into delta p should be h cut. Okay. Now, next one is energy time uncertainty principle. അടുത്ത uncertainty principle ആണ് energy time uncertainty principle. This is the mathematical statement of energy time uncertainty principle. Energy time uncertainty principle ന്റെ mathematical statement ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് കട്ട്. പക്ഷേ ഇത് നമ്മൾ പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞതുപോലെ ആ ഒരു അർത്ഥമല്ല. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് കട്ട്. സോ നിങ്ങൾക്കറിയാം, there will be a lot of energy levels in atoms. ആറ്റംസിനുള്ളിൽ ഇലക്ട്രോൺസ് സ്റ്റേ ചെയ്യുന്ന ഒരുപാട് എനർജി ലെവൽസ് ഉണ്ട്. അസ്യൂം ദാറ്റ് ദിസ് ഈസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് അസ്യൂം ചെയ്യാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലാണ്. അസ്യൂം this one is excited state. So if we apply some energy to this electron, ഇവിടെ ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഇഫ് വി അപ്ലൈ സം എനർജി, തെർമൽ എനർജി അല്ലെങ്കിൽ തെർമൽ എക്സൈറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ എനർജി അക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ എനർജി കൂടി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റ്. After some time, what happens? After some time, this electron will lose energy and come back to ground state. And this energy loss is emitted in form of light. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? എനർജി പുറത്തേക്ക് കൂടെ എമിറ്റ് ചെയ്യും. ഇത് മിക്കവാറും ലൈറ്റിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും, ഏതെങ്കിലും ഒരു റേഡിയേഷണൽ ഫ്രീക്വൻസിയിലായിരിക്കും. Now, what is the energy level? എങ്കിൽ ഈ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യപ്പെട്ട ഈ എനർജി ലെവലിന്റെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എനർജി? What is E? ഇതാണ് എനർജി ലെവൽ എന്ന് ചോദിക്കുക. What is E? If we try to measure this value, ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യപ്പെട്ട എനർജി ലെവലിന്റെ വാല്യൂ, വാട്ട് ഈസ് ദ എനർജി? അത് ഏതെങ്കിലും എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് വെച്ച് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത എനർജി മെഷർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എന്താ പറഞ്ഞേ? നേരത്തെ പറഞ്ഞത് കേട്ടില്ല, കട്ടായിന്. എവിടെ മുതലാ കട്ടായത്? മറ്റേ എനർജീന്റെ ഈ വരക്കുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞില്ല? അത് പറഞ്ഞു. ഓക്കെ. സോ ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് വിൽ റീച്ച് എനർജി ലെവൽ ഇ എന്ന് പറയുന്ന വാല്യൂടെ എനർജി ലെവൽ എത്തും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ലൂസ് എനർജി. അത് എനർജി ലൂസ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. സോ ഇഫ് യു ട്രൈ ടു മെഷർ ദിസ് എനർജി, ഈ എനർജി മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ എനർജി മെഷർ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ഉണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന ഫ്രീക്വൻസി, ലൈറ്റിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു അപ്പാരറ്റസ് വെച്ച് ഈ എനർജി ലെവൽ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എനർജി ഇൻ ദിസ് എക്സൈറ്റഡ് ലെവൽ, വാട്ട് ഈസ് ദ എക്സൈറ്റഡ് എനർജി സ്റ്റേറ്റ് എന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ then there will be an uncertainty in that measurement. ആ മെഷർമെന്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. And Heisenberg energy time uncertainty principle state that
this electron or this particle should stay at least a time of delta t in order to get an energy level with minimum uncertainty delta E. ഡെൽറ്റ ഇ കുറഞ്ഞ പക്ഷം ഡെൽറ്റ ഇ അൺസർട്ടനിറ്റിയോട് കൂടിയെങ്കിലും ആ എനർജി മെഷർമെന്റ് കിട്ടണമെങ്കിൽ എത്ര സമയം ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യണം? ഡെൽറ്റ ടി ടൈമിലെങ്കിലും സ്റ്റേ ചെയ്താൽ മാത്രമേ ഡെൽറ്റ ഇ അൺസർട്ടനിറ്റിയോട് കൂടിയെങ്കിലും നമുക്ക് ആ എനർജി ലെവൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. It says that energy uncertainty principle implies that an energy determination that has an uncertainty delta E must occupy at least an interval of, from this equation നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? delta T is equal to h cut by delta E. അതായത് ഒരു എനർജി മെഷർമെന്റ് എടുക്കുന്നു, അത് ഡെൽറ്റ ഇ അൺസർട്ടനിറ്റിയോട് കൂടിയെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം ഇറ്റ് ഷുഡ് സ്റ്റേ in that energy level for a time delta t ടൈം എങ്കിലും ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ നമ്മൾ രണ്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തു. പൊസിഷൻ മൊമെന്റ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതെന്താണെന്ന് പഠിച്ചു. We discussed two types of uncertainty principle. First one is position momentum uncertainty principle. Second one is energy time uncertainty principle. Okay, so നിങ്ങൾ ആ രണ്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പ്രധാനമായിട്ട് എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പേജ് നമ്പർ 124. നിങ്ങൾ ഒരു 2 മിനിറ്റ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സോ നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് വായിച്ചു നോക്കാനൊക്കെ പറയുന്നത്. സോ ആഷിക്കെ വായിച്ചോ? ഇല്ല സാർ, വായിച്ചോട്ടെ. നിഹ ക്ലാസ്സിലില്ല.
നിഹ ആബ്സെന്റ് അല്ല. ഉണ്ട്. വായിച്ച വായിച്ചേ. വായിച്ച് ഉം. റിയ ഫാത്തിമ. Okay, so that is all about Heisenberg uncertainty principle. Now we are going to study one important two applications of Heisenberg uncertainty principle. Heisenberg uncertainty principle എന്താണ്, രണ്ട് തരത്തിലുള്ള uncertainty principle ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. Now we are going to study two applications of uncertainty principle. Uncertainty principle പ്രധാനപ്പെട്ട രണ്ട് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പെരിമെന്റ്സിൽ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹൗ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഈസ് വിസിബിൾ ഇൻ real life experiments. First one is natural line broadening. So from നമ്മുടെ എനർജി ടൈം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയ, നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, അസ്യൂം ദാറ്റ് ദിസ് ഈസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് and this is excited state, let this be excited state. So an electron എന്ത് ചെയ്യും, ഇലക്ട്രോൺ ആദ്യം എനർജി അക്സെപ്റ്റ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോൺ മൂവ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്. ആഫ്റ്റർ സം ടൈം ഡെൽറ്റ ടി ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺ എനർജി ലൂസ് ചെയ്യും. ആൻഡ് ഇലക്ട്രോൺ ലൂസസ് എനർജി ആൻഡ് കം ബാക്ക് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഈ ലൂസ് ചെയ്ത എനർജി, ഇലക്ട്രോൺ പുറത്തേക്ക് വിടുന്ന എനർജി എന്തായിട്ട് എമിറ്റ് ചെയ്യും, ഇറ്റ് നോർമലി എമിറ്റ്സ് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യും. ആൻഡ് ദ എനർജി ഓഫ് റേഡിയേഷൻ വിത്ത് സച്ച് എ റേഡിയേഷൻ വിത്ത് ഫ്രീക്വൻസി മ്യൂ, ആ റേഡിയേഷൻ അല്ലെങ്കിൽ ആ ലൈറ്റ് എമിഷന്റെ ഫ്രീക്വൻസി മ്യൂ ആണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ. ഫ്രം ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് എന്താ, മ്യൂ. ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ. ഓക്കെ, so what is natural line broadening? So if we want to measure an energy level, നമുക്കൊരു ആറ്റത്തിലെ രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് മെഷർ ചെയ്യണം. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റും ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ആണെന്ന് വിചാരിക്കുക, ഇത് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് മെഷർ ചെയ്യണം. ഓർ ഇഫ് വി വാണ്ട് ടു മെഷർ വാട്ട് ഈസ് ദിസ് എക്സൈറ്റഡ് എനർജി ലെവൽ, ഈ എക്സൈറ്റഡ് എനർജി ലെവലിന്റെ എനർജി എന്താണെന്ന് മെഷർ ചെയ്യണം. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്, അത് മെഷർ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താ, തെർമലി എക്സൈറ്റ് ചെയ്യിക്കാം, ഇലക്ട്രോണിനെ തെർമലി എക്സൈറ്റ് ചെയ്യിക്കാം. തെർമലി എക്സൈറ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകും. കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. സോ ദർ വിൽ ബി എൻ എമിഷൻ ഓഫ് ലൈറ്റ്. തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് തന്നെ ദർ വിൽ ബി എമിഷൻ ഓഫ് ലൈറ്റ് വിത്ത് എനർജി എച്ച് മ്യൂ. സോ ഈ വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി, ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ പറഞ്ഞു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ ലൈറ്റ് റേഡിയേഷന്റെ എനർജി മെഷർ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ലൈറ്റ്? സോ യൂസിങ് എ സ്പെക്ട്രോമീറ്റർ വി മെഷർ ദ ഫ്രീക്വൻസി. ഇതൊരു ഫ്രീക്വൻസി സ്കെയിൽ ആണെങ്കിൽ ഫ്രം സം നാനോമീറ്റർ ടു സം നാനോമീറ്റർ, ഇതൊരു ഫ്രീക്വൻസി സ്കെയിൽ ആണെങ്കിൽ വാട്ട് വി വിൽ എക്സ്പെക്ട്, നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതൊരു ഫ്രീക്വൻസി ആണെങ്കിൽ വി വിൽ സീ എ സിംഗിൾ ലൈൻ, ഒരു സിംഗിൾ ലൈൻ കാണും. ദിസ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ലൈറ്റ്, ഇതാണ് ഇതിന്റെ ഫ്രീക്വൻസി. സോ എനർജി എന്ന് പറയുന്നത് എച്ച് മ്യൂ. സോ ഈ എനർജി ലെവൽ എന്ന് പറയുന്നത് ഇ. സോ ദാറ്റ് ഈസ് ദ നോർമൽ പ്രൊസീജിയർ ഓഫ് മെഷറിങ് എനർജി. ഇങ്ങനെയാണ് നമ്മൾ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം മെഷർ ചെയ്യുക. മനസ്സിലായോ? അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ തെർമലി എക്സൈറ്റ് ചെയ്യിപ്പിക്കും, അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തും. കുറച്ച് സമയം കഴിയുമ്പം തിരിച്ച് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തും. അങ്ങനെ എത്തണമെങ്കിൽ ഈ ഇലക്ട്രോൺ അറ്റൈൻ ചെയ്ത എനർജി പുറത്തേക്ക് വേണം എമിറ്റ് ചെയ്യണം. അത് റേഡിയേഷൻ രൂപത്തിൽ, ലൈറ്റിന്റെ രൂപത്തിൽ എമിറ്റ് ചെയ്യും വിത്ത് സം ഫ്രീക്വൻസി മ്യൂ ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ. ഈ എനർജി, ഈ ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്ന ഇലക്ട്രോൺ പുറത്തേക്ക് വിടുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ എത്ര എനർജി എടുത്തു, ദാറ്റ് ഈസ് ദ എനർജി എമിറ്റഡ് ബൈ ദിസ് ഫ്രീക്വൻസി. സോ സാധാരണഗതിയിൽ നമ്മൾ എന്താ ഒരു ലൈനാണ് എക്സ്പെക്ട് ചെയ്യുക. ബട്ട് ഫ്രം ഹൈസൻബർഗ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ we know that there will be some
uncertainty in this energy measurement. നമുക്ക് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്കറിയാം ഒന്നാമത്തെ കാര്യം എനർജി ഡയറക്ട്ലി ഒരു സിംഗിൾ വാല്യൂ കിട്ടൂല. ദർ വിൽ ബി സം അൺസർട്ടനിറ്റി ഇൻ ഡെൽറ്റ ഇ. So what will be that delta E? So what is Heisenberg time uncertainty principle? Delta E into delta T is equal to H cut. So that means delta E is equal to H cut by delta T. So normally, generally, the typical value of delta T, സാധാരണഗതിയിൽ ഒരു ആറ്റത്തിന്റെ കേസിൽ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ സ്റ്റേ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ജനറലി 10⁻⁻8 സെക്കൻഡ്സ് ആണ്. 10⁻⁸ seconds ആണ്. So delta E should be H cut by 10⁻⁸. Then from Einstein theory, we know that E is equal to H mu. അല്ലെങ്കിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് H delta mu. H delta mu. അതായത് എനർജി എന്ന് പറയുന്നത് എനർജി, ഇറ്റ് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻ എനർജി മെഷർമെന്റ്. ഡെൽറ്റ മ്യൂ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ ഫ്രീക്വൻസി മെഷർമെന്റ്. സോ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് H delta mu. സോ ഫ്രം ദീസ് ടു ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റൈറ്റ് H delta mu is equal to H cut by 10⁻⁸. That means delta mu is equal to H cut by H into, sorry, so we can write delta mu is equal to H cut by 10⁻⁸ into 1 by H. അല്ലെങ്കിൽ H കട്ടിന് വരെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? H by 2π divided by 10⁻⁸ into 1 by H. സോ നമ്മൾ ഈ Hന്റെ വാല്യൂ കൊടുക്കുക. then we will get delta mu is equal to some 1.5 into 10⁻⁷ hertz. That means there will be an uncertainty in frequency measurement. The frequency or uncertainty delta T time ആണെങ്കിൽ ജനറലി 10⁻⁸ സെക്കൻഡ് ആണ് ഈ ഇലക്ട്രോൺ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്തെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി മെഷർമെന്റിൽ, ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ മെഷർ ചെയ്തു അതൊന്നും വിഷയമല്ല, അതിന്റെ ഫ്രീക്വൻസി എനർജി നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ there will be an uncertainty of 1.5 into 10⁻⁷ hertz. അതായത് നമുക്ക് സിംഗിൾ ലൈൻ ഓഫ് ഫ്രീക്വൻസി കിട്ടില്ല. സം 1589 ഹേർട്സ് കിട്ടൂല. there will be an uncertainty. എനർജിയിൽ അൺസർട്ടനിറ്റി ഉണ്ട്. അതിനർത്ഥം ഫ്രീക്വൻസിയിലും അൺസർട്ടനിറ്റി ഉണ്ടാവും എനർജിയിൽ ഉണ്ടെങ്കിൽ. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് H delta mu. എനർജിയിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ there will be uncertainty in frequency also. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുക? we will get a band. നമുക്ക് കിട്ടേണ്ട സിംഗിൾ ലൈൻ, നമുക്കൊരു സിംഗിൾ ഫ്രീക്വൻസി ലൈൻ കിട്ടേണ്ടതിന് പകരം എന്ത് കിട്ടും? we will get a band. Or we can say our single line spectrum is now broadening, and this is called natural line broadening. നമുക്കൊരു സിംഗിൾ മെഷർമെന്റ് ആയിരുന്നു ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ, ഒരു സിംഗിൾ ലൈൻ ഫ്രീക്വൻസി ആയിരുന്നു റിസൾട്ട് ആയിട്ട് ഇവിടെ കിട്ടേണ്ടതെങ്കിൽ അതിന് പകരം നമുക്ക് എന്താ കിട്ടുക? നമ്മൾ ഈ സിംഗിൾ ലൈൻ എന്ത് ചെയ്തു? അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ബ്രോഡൻ ചെയ്തു. ബിക്കോസ് there will be an uncertainty in this measurement. സോ ഇതൊരു നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ അപ്പാരറ്റസിന്റെ കുഴപ്പം കൊണ്ടുള്ള അല്ലെങ്കിൽ അതിന്റെ എറർ കൊണ്ടുള്ള അതിന്റെ ലിസ്റ്റ് കൊണ്ടുള്ള ഒരു അൺസർട്ടനിറ്റി അല്ല. ദിസ് ഈസ് എ തിയററ്റിക്കൽ അൺസർട്ടനിറ്റി. അതുകൊണ്ടാണ് നമുക്ക് എത്ര പ്രിസൈസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് വെച്ചും ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ ശ്രമിച്ചാൽ ഡെൽറ്റ ടി സമയമേ ആ സ്റ്റേറ്റിൽ ഇരുന്നിട്ടുള്ളൂ എങ്കിൽ there will be an uncertainty in the measurement of energy or frequency. So we can say this is the first application, that is natural line broadening. And second one is non-existence of electrons inside a nucleus. Why electrons don't exist inside a nucleus? It can be explained using Heisenberg Uncertainty principle. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺസ് ഇല്ല, ഇലക്ട്രോൺസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഹൗ? സോ ഐ എം ഡ്രോയിങ് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അസ്യൂം ദിസ് ഈസ് എ ന്യൂക്ലിയസ്. ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. സോ അസ്യൂം ദാറ്റ്, ആദ്യം എന്താ അസ്യൂം ചെയ്യാം? ഇനീഷ്യലി അസ്യൂം ദാറ്റ് അവർ ഇലക്ട്രോൺ സ്റ്റേ ഹിയർ. നമ്മുടെ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കുക.
നമ്മൾ ഏതെങ്കിലും ഒരു ടൂൾ വെച്ച് ഒരു എക്സ്പെരിമെന്റിൽ ഒരു സ്പെക്ട്രോമീറ്റർ വെച്ച് ഇലക്ട്രോണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷറിംഗ് ടൂൾ വെച്ച് ഇലക്ട്രോണിന്റെ പൊസിഷൻ ഈ ഒരു പൊസിഷനാണ് നമ്മൾ മെഷർ ചെയ്തു. ദെൻ വാട്ട് വിൽ ബി അൺസർട്ടനിറ്റി? അങ്ങനെയെങ്കിൽ ആ മെഷർമെന്റിൽ വരുന്ന എറർ എന്താ? റേഡിയസിന്റെ ഓർഡറിലായിരിക്കും. ഡെൽറ്റ എക്സ് ഈക്വൽ ടു റേഡിയസ്. ഇനിയല്ല ശരിക്കും ഇലക്ട്രോണിന്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കുക. നമ്മളെ എക്യുപ്മെന്റ് മെഷർ ചെയ്യുന്നു, ഇലക്ട്രോൺ ഇവിടെയാണെന്ന് പറയുന്നു. ദെൻ വാട്ട് വിൽ ബി അൺസർട്ടനിറ്റി? അങ്ങനെയെങ്കിൽ ആ മെഷർമെന്റിൽ വരുന്ന അൺസർട്ടനിറ്റി എന്താ? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ ശരിക്കും ഇവിടെയാണ്, നമ്മൾ എക്യുപ്മെന്റ് മെഷർ ചെയ്യുന്നു, നമ്മളോട് പറയുന്നു ഇലക്ട്രോൺ ഇവിടെയാണെന്ന്. സോ നമ്മൾ എടുക്കുന്ന പൊസിഷന്റെ അൺസർട്ടനിറ്റി, മാക്സിമം വരാവുന്ന അൺസർട്ടനിറ്റി എന്താ? ഡെൽറ്റ എക്സ് എന്താ? ഡയമീറ്റർ ആണ്. സോ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ഇലക്ട്രോണിന്റെ പൊസിഷന് വരാവുന്ന മാക്സിമം അൺസർട്ടനിറ്റി അതിന്റെ ഡയമീറ്ററിന്റെ ഓർഡറിലായിരിക്കും. മാക്സിമം അൺസർട്ടനിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻസൈഡ് ന്യൂക്ലിയസ് ഈസ് ഗിവൺ ഇൻ ഇറ്റ്സ് ഡയമീറ്റർ റേഞ്ച്. So from Heisenberg Uncertainty principle, we know that delta x into delta p is equal to h cut. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ if exist inside a nucleus, then delta x maximum should be ഡയമീറ്ററിന്റെ ഓർഡറിലാണ്. വാട്ട് ഈസ് ന്യൂക്ലിയർ ഡയമീറ്ററിന്റെ ഓർഡർ എന്താണ്? ന്യൂക്ലിയർ ഡയമീറ്ററിന്റെ ഓർഡർ എത്രയാണ്? 10⁻⁻15. ന്യൂക്ലിയർ ഡയമീറ്റർ ഈസ് ഓർഡർ ഓഫ് 10⁻⁻15 മീറ്റർ. ഇതാണ് ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ. മിക്ക ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ സം ഇൻറ്റു 10⁻⁻15 ആണ്. സോ മാക്സിമം അൺസർട്ടനിറ്റി ഫോർ ആൻ ഇലക്ട്രോൺ ഇൻസൈഡ് എ ന്യൂക്ലിയസ്, അതായത് പൊസിഷൻ മെഷർമെന്റിൽ വരാവുന്ന മാക്സിമം അൺസർട്ടനിറ്റി 10⁻⁻15 മീറ്റർ ആണ്. Then what will be minimum uncertainty in delta p? So maximum uncertainty in delta x, പൊസിഷനിൽ വരാവുന്ന മാക്സിമം അൺസർട്ടനിറ്റി 10⁻⁻15 ആണെങ്കിൽ what is the momentum? പൊസിഷൻ മാക്സിമം അൺസർട്ടൈൻ ആണെങ്കിൽ മൊമെന്റം മിനിമം അൺസർട്ടൈൻ ആയിരിക്കും. അതാണ് ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഒന്നെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ മൊമെന്റം, ഏതെങ്കിലും ഒന്നേ മെഷർ ചെയ്യാൻ പറ്റൂ. സോ നമ്മളിവിടെ പറഞ്ഞു പൊസിഷന് മാക്സിമം അൺസർട്ടനിറ്റി ആണ്. സോ മൊമെന്റത്തിന് മിനിമം അൺസർട്ടനിറ്റി അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ വാല്യൂ അക്യൂറേറ്റ് ആയിരിക്കും. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഫ്രം ദിസ് ഇക്വേഷൻ എച്ച് കട്ട് ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് എച്ച് കട്ട് ബൈ 10⁻⁻15 which is given as some 1.05 into 10⁻⁻20 kilogram meter per second. This is the order of uncertainty in position momentum. നമ്മൾ പൊസിഷനിൽ മാക്സിമം അൺസർട്ടനിറ്റി എടുത്തപ്പോൾ മൊമെന്റത്തിൽ വരാവുന്ന അൺസർട്ടനിറ്റി 1.5 into 10⁻⁻20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നൗ പൊസിഷനിൽ വരാവുന്ന അൺസർട്ടനിറ്റി ഈ ഒരു ഓർഡറിലാണ്. സോ മൊമെന്റത്തിൽ the energy is given as momentum into c, pc എന്ന ഇക്വേഷൻ വന്ന ഇവിടുന്ന് എനർജി is given as നിങ്ങൾ കേട്ടിട്ടുണ്ടാവും E = mc². ആ ഒരു ഇക്വേഷൻ ഒന്നാണ് എനർജി ഈസ് മൊമെന്റം ഇൻറ്റു പി സി. സോ വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റിന്റെ ഓർഡർ എന്തായിരുന്നു? സം 1.05 into 10⁻⁻20 into c. What is c? Velocity of light. c 3 into 10⁸8. So multiply ചെയ്യുമ്പോൾ we will get some 19.8 mega electron volt. So ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ ഉണ്ടെങ്കിൽ, if electron is present inside nucleus, then energy of that electron should be order of 19.8 mega electron volt. ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിന്റെ എനർജി 19.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ബട്ട് when we see beta decay എന്ന ന്യൂക്ലിയർ പ്രോസസ്, പാർട്ടിക്കിൾ ഫിസിക്സിലെ പ്രോസസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡീകേ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, when we observe beta minus decay, then we can observe that electron coming out of nucleus. ബീറ്റ ഡീകേ എന്ന ഡീകേ പ്രോസസ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സംഗതി എന്താ? ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു പ്രോസസ്സിൽ, പക്ഷെ അത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്നല്ല പുറത്തേക്ക് വരുന്നത്. വൈ? ബിക്കോസ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ബീറ്റ ഡീകേ ഈസ് ഫ്യൂ MeV, അറൌണ്ട് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതായത് ബീറ്റ ഡീകേ എന്ന ന്യൂക്ലിയർ ഡീകേ പ്രോസസ്സിൽ നമ്മൾ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാണുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന്
വരുന്നതല്ല. അതായത് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ട് അത് പുറത്തേക്ക് വരുന്നതല്ല. ഇറ്റ് ഈസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരു മെക്കാനിസമാണ്. സോ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. സോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ബീറ്റ ഡിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ എന്താ, അതിന്റെ എനർജി എന്ന് പറയുന്നത് കേവലം 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആ ഒരു അറൗണ്ടിലുള്ള എനർജി ആയിരിക്കും. പക്ഷെ ശരിക്കും ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് മിനിമം 19.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ടായിരിക്കണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട്. Electron is not present inside a nucleus, or electron does not exist inside a nucleus. So ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ this non-existence of electrons inside a nucleus is another application of Heisenberg Uncertainty principle. സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് തരത്തിലുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. കൂടാതെ 2 അപ്ലിക്കേഷൻ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ 2 അപ്ലിക്കേഷൻ. ഒന്ന് existence of electrons inside nucleus. ന്യൂക്ലിയസിനുള്ളിൽ എന്തുകൊണ്ട് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നില്ല? സോ ഇത് ഒരുപാട് അഡ്വാൻസ്ഡ് ഫിസിക്സ് ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അവിടെ നിന്നൊക്കെ പല ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ പെട്ടെന്നൊന്നും മനസ്സിലാവാൻ, അങ്ങനെയല്ല, കംപ്ലീറ്റ് ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. സോ വായിച്ചു നോക്കുക. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പം കേൾക്കുന്നുണ്ട്. നേരത്തെ ഇല്ലേ? നേരത്തെ എവിടെ മുതലാ പോയത്? ഞാൻ രണ്ടാമത്തെ അപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ലാസ്റ്റത്തെ പാർട്ട് ഒന്ന് പറഞ്ഞുതരുമോ? ലാസ്റ്റത്തെ പാട്ട് ഞാൻ ന്യൂക്ലിയസ് വരച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഇതെല്ലാം എടുത്ത് അതിന്റെ അപ്പുറം. അതായത് എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ കാണപ്പെടാത്തത്? ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ പ്രസന്റ് ആവാത്തതിന് കാരണമാണ് നമ്മൾ പറയുന്നത്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക, പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളൊരു എക്വിപ്മെന്റ് വെച്ച് ന്യൂക്ലിയസിന്റെ പൊസിഷൻ ഇത് എവിടെയാണെന്ന് മെഷർ ചെയ്യുന്നു. ഇത് മെഷർ ചെയ്യുമ്പം അതിന് വരാവുന്ന മാക്സിമം അൺസർട്ടനിറ്റി അല്ലെങ്കിൽ മിസ്റ്റേക്ക്, എറർ എന്ന് പറയുന്നത് എന്താ? അതിന്റെ ഡയമീറ്ററിന്റെ റേഞ്ചിലായിരിക്കും. അതായത് ഇവിടെയാണ് ന്യൂക്ലിയസ് എങ്കിൽ, ഈ റൈറ്റ് സൈഡിലാണ് ന്യൂക്ലിയസ് എങ്കിൽ ചിലപ്പം എക്വിപ്മെന്റ് മെഷർ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണെന്ന് നമ്മളോട് പറഞ്ഞേക്കാം. സോ അതിന് വരാവുന്ന മാക്സിമം എറർ എന്ന് പറയുന്നത് എന്താ? ഈ ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ ആയിരിക്കും. സോ ഡെൽറ്റ എക്സ് മാക്സിമം 10⁻⁻15. ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ സാധാരണ 10⁻⁻15 മീറ്റർ ആണ്. ഡെൽറ്റ എക്സ് 10⁻⁻15 ആണ്. ഇത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊമെന്റത്തിലെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ മിനിമം അൺസർട്ടനിറ്റി h/ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ 1.5 × 10⁻⁻20 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റിയിലെ എനർജി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അതായത് ഇവിടുന്ന് കിട്ടിയ ഹൈസൻബർഗ് അൺസർട്ടനിറ്റിയിൽ നിന്ന് കിട്ടിയ മൊമെന്റത്തിന്റെ വാല്യൂവും സി എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡുമാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 9.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യണം പ്രസന്റ് ആണെങ്കിൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് 9.8 മെഗാ ഇലക്ട്രോൺ വോൾട്ടോ അതിനടുത്തോ ആയിരിക്കണം. പക്ഷേ നമ്മൾ ബീറ്റ ഡികെയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിന് പുറത്തേക്ക് നമ്മൾ വരുന്നു എന്ന് കാണപ്പെടുന്ന ഇലക്ട്രോണിന്റെ എനർജി 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെയാണ്. സോ ഈ ഒരു 1 മെഗാ ഇലക്ട്രോൺ വളരെ ചെറിയ എനർജിയാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ബീറ്റ ഡികെയിൽ ശരിക്കും ഇലക്ട്രോൺ പ്രോസസ് ചെയ്യുന്ന, ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരു മെക്കാനിസം. എന്നാ അറ്റൻഡൻസ് പറഞ്ഞ, ഇപ്പൊ അടുത്ത വൈഫൈ കട്ടാവുന്നതിന് മുമ്പ് അറ്റൻഡൻസ് പറയൂ. 1
3, 4, 5, 6, 7, 9, 10. ഞാൻ 7 വരെ കേട്ടുള്ളൂ. ഒന്ന് 8 മുതൽ പറയുമോ?